ഹായ്, ഹലോ. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ഫൈസൽ മണ്ണാർമൽ. എന്തൊക്കെ എല്ലാവർക്കും വിശ്വസിച്ച് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോസാണെന്ന് പരിചയപ്പെടുത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാ ലൈവ് ഇടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ അതേമാതിരി ഫോട്ടോ ഒക്കെ മാറ്റുക, അതങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈവാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും ഇങ്ങനെ എന്നോട് ചോദിക്കും ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉറങ്ങിയിരിക്കുന്ന കേട്ടോ ഇപ്പോൾ അതാണിങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം എന്നോട് എന്നും ചോദിക്കും ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയൊരു വീഡിയോസ് ഇടാം, അപ്പോൾ അത് കണ്ടാൽ മതി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. ഇനി കൂടുതൽ ഉറപ്പിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ, എങ്ങനെയാണ് അത് ചെയ്യുക അതിലൊക്കെ ഒന്ന് നോക്കട്ടോ, ഒന്ന് കണ്ടു നോക്കട്ടോ. ഇപ്പോൾ സാധാ ലൈവ് നമ്മൾ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലെങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നതിൻ്റെ ഒന്ന് നോക്കിക്കൊള്ളിട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അടിയിൽ ഇതൊക്കെ ഈ അടിയിൽ ഇങ്ങനെ നിൽക്കുക, അതിൽ ഇതൊക്കെ ഇങ്ങനെ ഈ ഗ്രാസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ നിൽക്കുക. നമ്മളിതൊക്കെ ഈ അടി ഫുള്ള് വന്നിക്കുന്നത് നമ്മളെ ഗാലറിയാണ്. ഇതിങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് നല്ല അടി ഈ ഭാഗത്ത് ഉണ്ടാക്കിയ ഈ മാർക്കൊക്കെ വേണ്ട നമ്മൾ ഫുള്ള് ഗാലറിയാണത്. കണ്ടില്ലേ, ഫുള്ള് ഗാലറി അല്ലേ എല്ലാവരും കണ്ടേ, ഫുള്ള് ഗാലറി. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഏതൊരു ഫോട്ടോ, ഞാനിപ്പോൾ ഈ ഫോട്ടോ വെച്ചു, ഇത് കണ്ടോ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ആക്കാം. ഇതിപ്പോൾ നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോ പടം കാണുന്നുണ്ടല്ലേ, വേണം ഇങ്ങനെ മേലെ നിൽക്കുക, നമ്മളില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൽ വെക്കൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ വെച്ചാൽ ഒഴിവാക്കുകയും ചെയ്യട്ടോ. അതിങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് നമുക്കിതിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അടിയിൽ നിൽക്കുക, നമുക്ക് ഒന്നുകൂടി അവിടെ തന്നെ അതേമാതിരി നിൽക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കി. ഇപ്പം നമ്മൾ സാധാ ലൈവായല്ലേ, നമ്മൾ സാധാ ലൈവ് മാതിരിയായിട്ടില്ല, നമ്മളിങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ സാധാ ലൈവ് മാതിരിയായില്ലേ, ഇത്ര പണിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. സാധാ ലൈവിൽ നമുക്ക് ഇതേമാതിരി ഫുള്ള് ഇങ്ങനെ ക്രീങ്കാശ് ലൈവ് ഉണ്ട്. അത് പേന ചോറുമ്പോൾ ഒരു കാണിച്ചു തരാൻ വേണ്ടി ഒരു ലൈവ് ഇട്ടാട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കട്ടോ. ആൾക്കാരിങ്ങനെ കമൻറ്റ് ഇതൊക്കെ ഇതിലിങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി കാണിച്ചു തരാതാ. ഇങ്ങനെ ഇടുക ഇതിൽ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. വന്നില്ലേ, ഇത്രയുള്ള പണി കേട്ടോ. അപ്പോൾ നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഒന്നുകൂടി അതേമാതിരി എടുക്കുക, അങ്ങോട്ട് ഇതാക്കുക, ഒഴിവാക്കുക. ഓക്കെ, ഇത്രയും പണിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കട്ടോ. എൻ്റെ ഇടയിൽ നമ്മളെ റോസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത അടിപൊളിയൊരു വീഡിയോസ് വേണം കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പം മറക്കണ്ട, നമ്മളെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബർ കമൻറ്റ്.